നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ട കനത്ത പരാജയത്തിന്റെ അപ്രതീക്ഷിതത്വത്തെക്കുറിച്ചും പാർട്ടി നേതൃത്വത്തെയും പ്രവർത്തകരെയും ഒരുപോലെ ഞെട്ടിച്ച തിരിച്ചടിയെക്കുറിച്ചും അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായാണ് മുൻ സ്പീക്കറും മുതിർന്ന CPM നേതാവുമായ MN ഷംസീർ രംഗത്തെത്തിയിരിക്കുന്നത്. പരസ്യമായ സ്വയം വിമർശനത്തിലൂടെ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ യഥാർത്ഥ ചിത്രം വെളിപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മലപ്പുറം കാളികാവിൽ സംഘടിപ്പിച്ച കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണ ചടങ്ങിൽ സംസാരിക്കവെയാണ് ഷംസീർ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ അതിരൂക്ഷമായ തിരുത്തൽ സ്വയം വിമർശനം ഉന്നയിച്ചത്. ഇത്തരത്തിൽ LDF കനത്ത തോൽവി നേരിടേണ്ടി വരുമെന്ന പാർട്ടിയും മുന്നണിയും ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. പോളിംഗിന് ശേഷവും വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിലും വിജയം ഉറപ്പിച്ചിരുന്ന മുന്നണിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. കേരളത്തിൽ തുടർച്ചയായി മൂന്നാം ഭരണം ലഭിക്കുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും വോട്ടെണ്ണൽ ദിനത്തിന്റെ പ്രാരംഭത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ വരെ മുന്നണിക്ക് കൃത്യമായ ലീഡ് ഉണ്ടായിരുന്നുവെന്നും പ്രസംഗത്തിനിടെ അദ്ദേഹം അനുസ്മരിച്ചു. എന്നാൽ പോസ്റ്റൽ വോട്ടുകൾക്ക് ശേഷമുള്ള ഘട്ടങ്ങളിൽ സ്ഥിതിഗതികൾ കീഴ്മേൽ മറിയുകയും പ്രതീക്ഷകളെല്ലാം പൂർണ്ണമായും അസ്തമിക്കുകയുമായിരുന്നു. മലപ്പുറം കാളികാവിൽ നടന്ന പൊതുപരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് CPMന്റെ സംഘടനാ തലത്തിലെ അപാകതകളെ ഷംസീർ വിചാരണ ചെയ്തത്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ശക്തമായ അടിത്തറയുള്ള പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും പാളിപ്പോയി എന്ന് അദ്ദേഹം പരസ്യമായും തുറന്നു സമ്മതിക്കുകയായിരുന്നു. പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ജനവികാരവും പ്രാദേശിക താല്പര്യങ്ങളും വേണ്ടത്ര പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന വിമർശനം ശരിവെക്കുന്നതായിരുന്നു ഷംസീറിന്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിൽ ഇത്തരം സ്ഥാനാർത്ഥി നിർണയ പാളിച്ചകളും ജനങ്ങൾക്കിടയിലുണ്ടായ അസംതൃപ്തിയും പ്രധാന പങ്കുവഹിച്ചുവെന്നാണ് ഇടതുമുന്നണിയുടെ മുതിർന്ന നേതാവായ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് LDFലും CPMലും ആഭ്യന്തര ചർച്ചകളും തിരുത്തൽ നടപടികളും സജീവമാകുന്ന ഘട്ടത്തിലാണ് മുൻ സ്പീക്കർ MN ഷംസീറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ നിർണായക വെളിപ്പെടുത്തലുകൾ പാർട്ടിക്കുള്ളിലെ ആത്മപരിശോധനകൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതിനൊപ്പം തന്നെ മുന്നണിയുടെ ഭാവി രാഷ്ട്രീയ നിലപാടുകളെയും തന്ത്രങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നായി ഈ തുറന്നു പറച്ചിൽ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും സമുദായ സംഘടനകളുമായുള്ള ബന്ധത്തിലെ വീഴ്ചകളും അയ്യപ്പ സംഗമം പോലെയുള്ള നീക്കങ്ങളും ഉണ്ടാക്കിയ തിരിച്ചടികൾ തുറന്നു സമ്മതിച്ച സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വം വിഷയം എങ്ങനെ അഭിസംബോധന ചെയ്യുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നണിയും പാർട്ടിയും ഏത് രീതിയിലായിരിക്കും ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നതും നിർണായകമാണ്.